ഹലോ ഗായ്സ്, ബ്രില്യൻ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഈ ഡാമേജഡ് ആയിട്ടുള്ള ഇതുപോലത്തെ ടൈൽസൊക്കെ ഉണ്ടാവില്ലേ, അതിൻ്റെ കുറച്ച് വലിയ ഡാമേജഡ് ആയിട്ടുള്ള ടൈൽസ് കൊണ്ട് നമുക്കൊരു അലമാര ഉണ്ടാക്കി നോക്കിയാലോ നമുക്ക്. അപ്പോൾ അതെങ്ങനെ നോക്കാം, നമുക്ക് നേരെ വീഡിയോയിലേക്ക് വിട്ടാലോ. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുതേ. ഗായ്സ്, അപ്പോൾ നമുക്ക് ആദ്യം വേണ്ട ഇതുപോലത്തെ ഡാമേജഡ് ആയിട്ടുള്ള വലിയ ടൈൽസുകളാണ്. അപ്പോൾ നമ്മളത് കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ആകെ 220 രൂപ ഇതിന് ചിലവ് വന്നിട്ടുള്ളൂ. ഇതുകൊണ്ട് നമ്മൾ 2 അലമാരയാണ് ചെയ്യുന്നത്. അതിൽ ഒരു അലമാര ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ, മറ്റേ അലമാര പിന്നീട് അത് വർക്ക് പൂർത്തിയായതിനു ശേഷം കാണിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ അതിൻ്റെ വീതി നമ്മൾ കൊടുക്കുന്നത് 9 ഇഞ്ച് വീതിയാണ്. 9 ഇഞ്ച് വീതി കൊടുത്തതിന് ശേഷം നമ്മൾ പ്ലൈവുഡ് എക്സ്ട്രാ ഇട്ടിട്ട് വീതി കുറച്ചും കൂടെ കൂട്ടുന്നതാണ്. പിന്നീട് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ നമ്മളിതിൻ്റെ അരികെ ആദ്യം ഒന്ന് ലെവലാക്കി 9 ഇഞ്ച് വീതി, അതേപോലെ തന്നെ ഇതിനകത്തേക്ക് കയറി നിൽക്കുന്ന നീളത്തിലുള്ള ഈ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ സ്പിറ്റ് ലെവൽ വെച്ചിട്ട് അത് ലെവലാണോ നോക്കിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു കൊതയിലേക്ക് അത് ഇറക്കി വെച്ചിട്ട് ആ ഒരു കൊതയിൽ നമ്മൾ ഗ്രൗട്ട് വെച്ച് ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നല്ല അടിപൊളിയായിട്ട് അവിടെ നിന്നോളും. അടുത്തായിട്ട് നമ്മൾ അതിൻ്റെ തൊട്ട് താഴെയുള്ള പീസും അതേപോലെ തന്നെ കയറ്റി വെച്ചിട്ട് ലെവലൊക്കെ നോക്കി സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ ഏറ്റവും ടോപ്പിൽ ഇപ്പുറത്തെ സൈഡിൽ വരുന്ന ആ ഒരു പീസിൽ നമ്മൾ ഈ ഒരു തലയ്ക്ക് കുറച്ച് ഗ്രൗട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ പിടിച്ചിട്ട് അതും അവിടെ ഫിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മൾ അതിൻ്റെ ഗ്യാപ്പിലൊക്കെ ഗ്രൗട്ട് ഫില്ല് ചെയ്തിട്ട് അത് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ 2 തട്ടിൻ്റെ ഇടയിലുള്ള തട്ടുകൾ കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒരെണ്ണം നമ്മൾ കയറ്റി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡ് നമ്മൾ ടോപ്പത്തെ ടൈൽസിൻ്റെ അതേ സ്ട്രെയിറ്റ് ലെവൽ നോക്കിയിട്ടാണ് അതും ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് അതിൻ്റെ ചുവട്ടിലേക്ക് ഒരു പീസ് വേണം, അത് നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട്. ദയവായി വീഡിയോ കുട്ടികളാരും അനുകരിക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ ആ ഒരു പീസും കട്ട് ചെയ്തെടുത്തതിന് ശേഷം അത് ഫിക്സ് ചെയ്തിട്ട് ഇതിന് ഇടയിലേക്ക് ഒരു പീസ് നമ്മൾ കയറ്റി കൊടുക്കുകയാണ്. 8.4 ഒരു പ്ലൈവുഡ് ഷീറ്റും 6.4 ഒരു പ്ലൈവുഡ് ഷീറ്റും വെച്ചിട്ട് നമ്മളിതിനൊരു ഫ്രെയിം അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഫ്രെയിം അടിച്ച സമയത്ത് നമ്മളൊരു 10 സെൻറ്റി പുറത്തേക്ക് കൂടുതൽ എയർ ഇട്ടിട്ടാണ് നമ്മൾ കുറച്ച് വീതി കൂട്ടിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അതേപോലെ തന്നെ നമ്മൾ ആ ഒരു വീതി കൂട്ടിയ പീസുകളിലും അതേപോലെ ടോപ്പിലും മുകളിലായിട്ട് നമ്മൾ ഇന്നർ മൈക്കൊക്കെ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണുന്നത്. ഇത് അടിച്ച വീഡിയോ മിസ്സായിട്ടുണ്ട്, കുറേ മുന്നേ ഷൂട്ട് ചെയ്ത് വെച്ചതായതുകൊണ്ട്. അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഇന്നർ മൈക്ക് ഒട്ടിച്ച് അതിൻ്റെ എഡ്ജ് ബാൻഡ് എല്ലാം ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ഇനി ഈ 2 സൈഡും കൂടെ മൈക്ക് ഒട്ടിച്ച് എടുക്കാനുണ്ട് കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മൾ ആ 2 സൈഡും മൈക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മൾ 2 ഡ്രോവറും അതേപോലെ ഒരു ലോക്കറും കൂടെ നമ്മളവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. കണ്ടോ, അങ്ങനെ നമ്മൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിന് ലോക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ 2 ഡോറാണ്. അത് വെച്ചിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതിനുള്ള മൈക്കും കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ഇനി ഒരു പ്ലൈവുഡ് ഷീറ്റും അതേപോലെ 1 ലിറ്റർ പശയും മാത്രമേ അതിന് ചിലവ് വരുന്നുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ വാങ്ങിയത് തന്നെ അവിടെ ഉണ്ട്. ഡാമേജ്ഡ് ടൈൽ വെച്ചിട്ട് ഇതുപോലെ അലമാര ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഇപ്പോൾ മനസ്സിലായ ഗൈസ്. ഒരെണ്ണമല്ല, നമ്മൾ 2 എണ്ണമാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരെണ്ണം നമ്മൾ ടൈൽ വെച്ചിട്ട് തട്ടടിച്ചിട്ടിട്ട് മാത്രമേ ഉള്ളൂ, ഒരെണ്ണം മാത്രമേ നമ്മൾ ഇങ്ങനെയൊക്കെ എടുത്തിട്ടുള്ളൂ. ഇനി ഇതിന് ഡോറും ഹാൻഡിലും ലോക്കും കൂടെ കൊടുത്താൽ ഇത് ഒരു കിടിലൻ അലമാരയായിട്ട് നമുക്ക് മാറ്റാവുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ആകെ ചിലവ് വന്നിട്ടുള്ള 4500 രൂപയാണ് കേട്ടോ. അതുകൂടെ ഒരു 3000 രൂപ കൂടെ ചിലവാക്കിയാൽ ഇതൊരു കിടിലൻ അലമാരയായിട്ട് മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ വിഷ്ണു signing out.